വെൽക്കം ഓൾ. എല്ലാ പേർക്കും ബിടെക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫുൾ ആഡർ യൂസിങ് ബേസിക് ഗേറ്റ്സ് എന്നുള്ള എക്സ്പെരിമെൻ്റാണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഫുൾ ആഡറിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം വരച്ചിട്ടുണ്ട്. എ ബി സി എന്ന 3 ഇൻപുട്ട്, സം, ക്യാരി, 2 ഔട്ട്പുട്ടുമാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഫുൾ ആഡറിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാമാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. അതിനകത്ത് എ ബി സി എന്നും സമ്മും ക്യാരിയും ഉണ്ട്. ഇനി അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രൂത്ത് ടേബിൾ ഉണ്ടാക്കാം. 3 ഇൻപുട്ട് എ ബി സി എന്നുള്ള ഇൻപുട്ട്, സം, ക്യാരി, ഔട്ട്പുട്ട്, ഈ 3 ഇൻപുട്ട് കോമ്പിനേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് 0 0 മുതൽ 1 1 1 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് ഈ 3 നമ്പേഴ്സ് എ പ്ലസ് ബി പ്ലസ് സി ഇന്നെ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സമ്മും ക്യാരിയും നമ്മൾ ഔട്ട്പുട്ടായിട്ട് എഴുതുന്നു. അപ്പോൾ ഓരോ ബിറ്റ്സുകൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് സമ്മും ക്യാരിയും നമ്മൾ അതേപോലെ ട്രൂത്ത് ടേബിളിനകത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 0 + 1 + 1 ചെയ്യുമ്പോൾ നമുക്ക് 0 വിത്ത് ക്യാരി 1 ആണ് കിട്ടുന്നത്. അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അതുപോലെ എല്ലാ കോമ്പിനേഷൻസിൻ്റെയും സമ്മും ക്യാരിയും നമ്മൾ എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് സം എപ്പോഴൊക്കെയാണോ നമുക്ക് 1 കിട്ടിയത് അത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എപ്പോഴാണ് സമ്മ് 1 കിട്ടിയിരിക്കുന്നത്, എ ബാർ ബി ബാർ സി ഇന്നിലാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ എ ബാർ ബി സി ഇൻ ബാർ കിട്ടിയിട്ടുണ്ട്, എ സി ബി ബാർ സി ഇൻ ബാറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ക്യാരി നമ്മൾ ഏതൊക്കെ കോമ്പിനേഷൻ യൂസ് ചെയ്യുമ്പോഴാണ് 1 കിട്ടുന്നതെന്ന് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് സം കിട്ടിയിട്ടുള്ള കോമ്പിനേഷൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എ ബാർ ബി ബാർ സി ഇൻ എഴുതിയിട്ടുണ്ട്. അതുപോലെ എ ബാർ ബി സി ഇൻ ബാർ എഴുതിയിട്ടുണ്ട്. അതുപോലെ 1 വരുന്ന എല്ലാ കണ്ടീഷൻസും നമ്മൾ നോക്കി എഴുതിയിട്ടുണ്ട്. എന്തിനാണ്, സമ്മിൻ്റെ എക്സ്പ്രഷൻ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ സമ്മിൻ്റെ ഒരു എക്സ്പ്രഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് സി ഇന്ന് കോമൺ ആയിട്ട് ആ 2 ടേംസിൽ നിന്ന് എടുത്തിട്ട് ബാക്കി എ ബാർ ബി ബാർ പ്ലസ് എ ബി കിട്ടിയിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് 2 എണ്ണം എടുത്തിട്ട് അതിൽ നിന്ന് സി ഇൻ ബാർ നമുക്ക് കോമൺ ആയിട്ട് എടുത്തിട്ട് ബാക്കി എ ബാർ ബി പ്ലസ് എ ബി ബാർ എഴുതുന്നുണ്ട്. അപ്പം ആ ഒരു എക്സ്പ്രഷനെ നമ്മൾ ഈ ഒരു രീതിയിലേക്ക് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ എ ബാർ ബി ബാർ പ്ലസ് എ ബി എന്നുള്ളൊരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അതിനെ നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഒന്ന് മാറ്റി എഴുതി നോക്കാം. എ ബാർ ബി ബാർ പ്ലസ് എ ബിയെ ഒന്ന് ഡബിൾ ബാർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഡബിൾ കോംപ്ലിമെൻറ്റ് ചെയ്താൽ അതിൻ്റെ വാല്യൂവിന് വ്യത്യാസമൊന്നും ഉണ്ടാവുന്നില്ല. എന്നിട്ട് ഡി മോർഗൻസ് ലോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ആ ഒരു കോംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു എക്സ്പ്രഷനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യുമ്പോഴേക്കും നമുക്ക് എ ബാർ ബി ബാർ ദ ഹോൾ ബാർ ഇൻറ്റു എ ബി ബാർ ഹോൾ ബാർ കിട്ടുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ ബാർ പ്ലസ് ബി ബാർ ദ ഹോൾ ബാർ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആ ഓരോ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യാം. എ ബാർ എ ബി ബാർ, അങ്ങനെ എ ബാർ ബി പ്ലസ് ബി ബി ബാർ കിട്ടുന്നുണ്ട്. എ ബാറും ബി ബാറും നമുക്ക് ക്യാൻസലാക്കി പോകുന്നുണ്ട്. ബാക്കി നമുക്ക് എന്താണ് കിട്ടിയത്, എ ബി ബാർ പ്ലസ് എ ബാർ ബി ദ ഹോൾ ബാർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടേമിന് പകരം നമുക്ക് ആ ഒരു എക്സ്പ്രഷനിൽ എ ബി ബാർ പ്ലസ് എ ബാർ ബി എന്നുള്ളത് എഴുതി കൊടുക്കാം. ഓക്കെ, എന്തിനാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു എക്സ്പ്രഷനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ ഒരു ഫോമിലാണ് നമ്മുടെ എക്സ്പ്രഷൻ ആയിരിക്കുന്നത്. നമുക്കറിയാം നമുക്ക് ഇതിനെ ഒരു എക്സോറിൻ്റെ എക്സ്പ്രഷനായിട്ട് എഴുതാൻ പറ്റും. എക്സോറിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എ ബാർ ബി പ്ലസ് എ ബി ബാർ എന്ന് പറഞ്ഞാൽ എ എക്സോർ ബി ആണ് കിട്ടുന്നത്. സോ നമ്മൾ അതിങ്ങനെ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഒരു ടേമിന് നമുക്ക് എ ബി ബാർ പ്ലസ് എ ബാർ ബി എന്നുള്ളൊരു ഫോമിലാണ് കിടക്കുന്നത് അല്ലേ. സി ഇന്ന് എ ആയിട്ടും എ എക്സ് ഓർ ബി ദ ഹോൾ ബാർ ബി ആയിട്ട് എടുത്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും എ ബി ബാർ പ്ലസ് എ ബാർ ബി എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. എ ബാർ ബി പ്ലസ് എ ബി ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്, എ എക്സ് ഓർ ബി ആണ്. അപ്പോൾ ഈ ഒരു ടേമിനെ നമുക്ക് എഴുതുമ്പോൾ സി ഇൻ എക്സ് ഓർ എ എക്സ് ഓർ ബി എന്നായിരിക്കും കിട്ടുന്നത്. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഞാൻ എ എക്സ് ഓർ ബി എക്സ് ഓർ സി ഇൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളൊരു എക്സ്പ്രഷനിലേക്ക് എത്തിച്ചേരുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുന്നത്. ഇനി ക്യാരി നോക്കാം. ക്യാരി നോക്കുമ്പോൾ എന്താണ്, ക്യാരി എപ്പോഴൊക്കെയാണ് നമുക്ക് 1 കിട്ടിയിരിക്കുന്നത്, ഫസ്റ്റ് ക്യാരി 1 കിട്ടിയിരിക്കുന്നത് എ ബാർ ബി സി ഇന്നിലാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ എ ബി ബാർ സി ഇന്നിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ ക്യാരിക്ക് 1 വന്നിട്ടുള്ള ആ എക്സ്പ്രഷൻ നമ്മൾ എടുത്ത് എഴുതുന്നുണ്ട്. അതിൽ നിന്ന് ആ ഫസ്റ്റ് 2 ടേമിൽ നിന്ന് സി എന്ന് കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എ ബാർ ബി പ്ലസ് എ ബി ബാർ കിട്ടുന്നുണ്ട്. ബാക്കി എ ബിയെ കോമൺ ആക്കി എടുത്തുകൊണ്ട് സി ഇൻ ബാർ പ്ലസ് സി ഇന്നിന് നമുക്ക് ബ്രാക്കറ്റിനകത്ത് കൊടുക്കാം. ഓക്കെ, സി ഇൻ ഇൻറ്റു എ ബാർ ബി പ്ലസ് എ ബി ബാർ എന്ന് പറഞ്ഞാൽ എ എക്സ് ഓർ ബി എന്നറിയാം. സി ഇൻ ബാർ പ്ലസ് സി ഇൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ്. സോ നമുക്ക് എ ബി നമുക്ക് എന്ത്
എന്ത് കിട്ടും, എ ബിയും 1 × 1 കിട്ടുമ്പോൾ നമുക്ക് എ ബി എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ക്യാരിയുടെ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സമ്മിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് എ XOR B XOR C എന്ന് കിട്ടി. അതുപോലെ ക്യാരിക്കും എക്സ്പ്രഷൻ കിട്ടി. ഇനി നമുക്ക് എന്താണ് ഈ ഒരു 2 എക്സ്പ്രഷൻ വെച്ചിട്ട് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. അപ്പോൾ എക്സാമിനാണെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ റെഡ്യൂസ് ചെയ്തിട്ടായിരിക്കണം എക്സാമിന് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കേണ്ടത്. അപ്പോൾ സമ്മ എ XOR B XOR C എന്നാണ് കിട്ടിയിരിക്കുന്നതെന്ന് അറിയാം. എയും ബിയും എടുത്തൊരു XOR ഗേറ്റിനകത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എ XOR B കിട്ടും. നമുക്ക് എ XOR B പോരാ, നമുക്ക് അതിൻ്റെ കൂടെ C കൂടി XOR ചെയ്യാനുണ്ട്. സോ സീന് അടുത്തൊരു ഇൻപുട്ട് എടുക്കുക. സീനെന്നുള്ള ഇൻപുട്ട് എടുത്തിട്ട് എ XOR B ആയിട്ട് വീണ്ടും XOR ചെയ്യുകയാണെങ്കിൽ നമുക്ക് എ XOR B XOR C ഇന്ന സമ്മിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരി കിട്ടണമെങ്കിൽ ക്യാരിക്ക് നമുക്ക് ഫസ്റ്റ് ഒരു ടേം എ XOR B എന്നുള്ളൊരു ടേം ഡയറക്റ്റ് അതിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ C ഇന്നും കൂടി എടുത്തിട്ട് നമുക്കൊരു ആൻഡ് ഗേറ്റ് കൊടുക്കുകയാണെങ്കിൽ C ഇൻ ഇൻറ്റു എ XOR B കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് എ ബി എന്നുള്ള ടേം വേണം. എ ബി എന്നുള്ള ടേം വേണമെങ്കിൽ എയും ബിയും എടുത്തൊരു ആൻഡ് ഗേറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എ ബി കിട്ടും. സോ ഈ രണ്ടെണ്ണത്തിനെയും കൂടി ഓർ ചെയ്താലായിരിക്കും നമുക്ക് ക്യാരി എന്നുള്ള ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ അങ്ങനെ നമ്മൾ ഒരു സർക്യൂട്ട് ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഈ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ തീർച്ചയായും ട്രൂത്ത് ടേബിളിൽ നിന്ന് നിങ്ങൾ എക്സ്പ്രഷൻ ഉണ്ടാക്കിയിട്ട് വേണം ഇത് ചെയ്യാനുള്ളത്. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് XOR ഗേറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. 2 XOR ഗേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ 2 ആൻഡ് ഗേറ്റ് ഉണ്ട്, അതുപോലെ എന്തുണ്ട്, ഒരു ഓർ ഗേറ്റും ഉണ്ട്. അപ്പം നമുക്ക് ബേസിക് ആയിട്ടുള്ള 3 ഗേറ്റ് XOR ആൻഡ് ഓർ, ഈ 3 ഗേറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫുൾ ആഡർ സർക്യൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതിനൊക്കെ ആവശ്യമായിട്ട് നമുക്ക് IC എടുക്കാം. അതിന് മുന്നേ നമുക്ക് എന്താണ് പിന്നോട്ട് ഡയഗ്രാം വെച്ചിട്ട് IC നമ്പർ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു XOR ഗേറ്റിൻ്റെ IC എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 4 ഗേറ്റാണുള്ളത്. നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് ആ IC തന്നെയുള്ള ഏതെങ്കിലും 2 ഗേറ്റ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് 2 ഗേറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ 1 2 ഇൻപുട്ട് 3 ഔട്ടായിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ സെക്കൻഡ് വരുന്നൊരു ഗേറ്റാണ് ഞാൻ അടുത്ത ഗേറ്റിന് ആവശ്യമായിട്ട് എടുത്തേക്കുന്നത്. സോ 4 5 ഇൻപുട്ടാക്കി വെച്ചുകൊണ്ട് 6 ഔട്ടായിട്ടുള്ള ആ ഒരു XOR ഗേറ്റ് എടുക്കുന്നുണ്ട്. സോ ഫസ്റ്റ് ഒരു IC XOR ഗേറ്റ് എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള 2 ഗേറ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ നമുക്ക് 2 ആൻഡ് ഗേറ്റിൻ്റെ ആവശ്യമുണ്ട്. 2 ആൻഡ് ഗേറ്റ് ഉണ്ടെങ്കിൽ ഒരു സിംഗിൾ ആൻഡ് ഗേറ്റിൻ്റെ ചിപ്പ് മതിയാവും. കാരണം അതിനകത്ത് എന്താണ് 4 ആൻഡ് ഗേറ്റ് കാണാൻ പറ്റും. അതിൽ നിന്ന് ഏതെങ്കിലും 2 ഗേറ്റ് മാത്രമേ നമ്മുടെ ആവശ്യത്തിനായിട്ട് നമ്മുടെ സർക്യൂട്ടിൽ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഏത് ഗേറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ആദ്യം ഉണ്ടായിരിക്കുന്ന ആ 2 ഗേറ്റാണ് എടുക്കുന്നത്. സോ 1 2 ഇൻപുട്ട് 3 ഔട്ട്, അതുപോലെ 4 5 ഇൻപുട്ട് 6 എടുത്തു. അപ്പം രണ്ടാമത് എടുത്ത ആൻഡ് ഗേറ്റിലുള്ള 2 ഗേറ്റാണ് ആ മാർക്ക് ചെയ്ത് കാണിച്ചേക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ഒരു ഓർ ഗേറ്റിൻ്റെ ആവശ്യമുണ്ട്. സോ 7432 ഓർ ഗേറ്റിൻ്റെ IC നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്തും 4 ഗേറ്റ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു ഗേറ്റ് ആയിരിക്കണം നമ്മൾ ഈ ഒരു സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഗേറ്റ് എടുക്കുകയാണെങ്കിൽ 1 2 3 എന്ന് മാർക്ക് ചെയ്യാം. സോ ഇത് 3ാമത്തെ ഗേറ്റ് നമുക്ക് മാർക്ക് ചെയ്ത് വെച്ചാൽ കണക്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പം 7486 7408 7432 അങ്ങനെ 3 IC വെച്ചിട്ടാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. IC ബ്രെഡ് ബോർഡിൽ പ്ലേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തുള്ള വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ 7486 IC ആണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 7408 IC പ്ലേസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഗേറ്റ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് 7432 ഓർ ഗേറ്റ്. അപ്പോൾ 3 IC പ്രോപ്പറായിട്ട് ബ്രെഡ് ബോർഡിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് IC പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേണ്ടുന്നത് ആദ്യം തന്നെ നമുക്ക് VCC ഗ്രൗണ്ട് കണക്ഷൻ ചെയ്യാം. ഇതിപ്പോൾ ഗ്രൗണ്ട് കണക്ഷനാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഇരിക്കുന്ന 3 ICയുടെയും 7th പിന്നാണ് ഗ്രൗണ്ട്. സോ 3 ICയുടെയും 7th പിന്ന് ഷോർട്ട് ചെയ്യുവാണെങ്കിൽ ഈ ഗേറ്റിൽ 3 ഗേറ്റിൻ്റെ ഏതെങ്കിലും ഒരു 7th പിന്നിൽ നമ്മൾ ഗ്രൗണ്ട് കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ 3 ICക്കും ആ ഗ്രൗണ്ട് കണക്ഷൻ കിട്ടിക്കോളും. അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന 3 ICയുടെയും 14th പിന്നാണ് VCC. സോ 14th പിന്നുകൾ ഷോർട്ട് ചെയ്ത് വയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് VCC എന്ന് പറഞ്ഞാൽ ഈ ICക്ക് നമ്മൾ +5 വോൾട്ട് DC ആണ് കൊടുക്കുന്നത്. സോ +5 വോൾട്ട് എടുത്തിട്ട് നമുക്ക് ഈ 3 ICയിൽ ഏതിലെങ്കിലും കൊടുത്താൽ 3 ICക്കും കിട്ടും. കാരണം നമ്മൾ ഓൾറെഡി അതിൻ്റെ VCC പിന്നുകൾ ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഓക്കെ, ഇനി നമുക്ക് 3 ഇൻപുട്ട് IABCN എന്നുള്ള 3 ഇൻപുട്ട് കിറ്റിൽ നിന്ന് കൊടുക്കണം. അതുപോലെ സമ്മ ക്യാരി 2 ഔട്ട് കൊടുക്കണം. അത് നമുക്ക് ലാസ്റ്റ് കിറ്റ് യൂസ് ചെയ്തിട്ട് കൊടുക്കാം. അതിനകത്ത് നമുക്ക് എന്താണ് ഇതിനകത്തുള്ള ആ ഒരു കണക്ഷൻ ചെയ്യാം, ബ്രെഡ് ബോർഡിലേക്ക് കൊടുക്കാനുള്ള കണക്ഷൻ. എക്സോറിൻ്റെ തേർഡ് പിന്നിൽ നിന്ന് എക്സോറിൻ്റെ തന്നെ ഫോർത്ത് പിന്നിലേക്കുള്ളൊരു കണക്ഷനാണ് നമ്മൾ ആദ്യം കാണുന്നത്. സോ എക്സോറിൻ്റെ തേർഡ് പിന്നും എക്സോറിൻ്റെ ഫോർത്ത് പിന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. എക്സോറിൻ്റെ തന്നെ 3ഉം 4ഉം ആണ് കണക്ട് ചെയ്യുന്നത്. ഇനി എന്താണ്, എക്സോറിൻ്റെ 3യിൽ നിന്ന് ഒരു കണക്ഷൻ എങ്ങോട്ട് പോകുന്നുണ്ട്, എക്സോറിൻ്റെ 3യിൽ നിന്നുള്ളൊരു കണക്ഷൻ നമുക്ക് CIN നമുക്കൊരു ഇൻപുട്ട് അടുത്ത എക്സോറിൽ പോകുന്നുണ്ട്, അത് ലാസ്റ്റ് കണക്ട് ചെയ്യാം. ഓക്കെ, ഇൻപുട്ട്സും ഔട്ട്പുട്ടൊക്കെ നമുക്ക് ലാസ്റ്റ് കണക്ട് ചെയ്യാം. ഇനി എക്സോറിൻ്റെ 3യിൽ നിന്നുള്ള കണക്ഷൻ അതെങ്ങോട്ടാണ് പോകുന്നത്, ആൻഡ് ഗേറ്റിൻ്റെ ഒന്നാമത്തെ പിന്നിലാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുമ്പോഴുള്ള നമുക്കുള്ള ഈസി ആയിട്ടുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് നോക്കി വേഗം കണക്ട് ചെയ്യാൻ പറ്റും. എക്സോറിൻ്റെ തേർഡ് പിന്നും ആൻഡ് ഗേറ്റിൻ്റെ ഫസ്റ്റ് പിന്നും തമ്മിലുള്ള ഒരു കണക്ഷനാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആൻഡ് ഗേറ്റ് ആകുമ്പോൾ രണ്ടാമതിരിക്കുന്ന IC ആൻഡ് ഗേറ്റിൻ്റെ ഒന്നാമത്തെ പിന്നും എക്സോറിൻ്റെ തേർഡ് പിന്നും തമ്മിൽ കണക്ട് ചെയ്തു. ഇനി എന്താണ്, നമുക്ക് ഇൻപുട്ട് ഇൻപുട്ട് എക്സോറിൻ്റെ 5th പിന്നിൽ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ 5th പിന്നിൽ നിന്ന് നമുക്കൊരു കണക്ഷൻ എക്സോറിൻ്റെ ആൻഡിൻ്റെ 2വിലേക്ക് കണക്ട് ചെയ്യാം. ഞാനിപ്പോൾ സ്പീഡിന് പറഞ്ഞു പോകുന്ന വഴിക്ക് നമ്പർ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചോളണം. ഓക്കെ, മാർക്ക് ചെയ്തേക്കുന്ന പോലെയാണോ ചെയ്തിട്ടുള്ളതെന്ന് നോക്കുക. ഓക്കെ, ഇപ്പോൾ ചെയ്തത് എക്സോറിൻ്റെ 5th പിന്നും ആൻഡ് ഗേറ്റിൻ്റെ 2nd പിന്നും കൂടി നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കണക്ഷൻ കഴിഞ്ഞു. ഇനി എന്താണ് കണക്ഷനുള്ളത്, അടുത്ത ആൻഡ് ഗേറ്റ് ഉണ്ട്. അടുത്ത ആൻഡ് ഗേറ്റിൽ എന്ന് പറഞ്ഞാൽ എക്സോറിൻ്റെ 2വിൽ നിന്നൊരു കണക്ഷനാണ് ആൻഡ് ഗേറ്റിൻ്റെ 4th പിന്നിലേക്ക് പോകുന്നത്. സോ എക്സോറിൻ്റെ 2, എക്സോർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് IC എന്നൊരു കണക്ഷൻ അങ്ങോട്ട് പോകുന്നുണ്ട്, ആൻഡ് ഗേറ്റിൻ്റെ 4th പിന്നിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ആൻഡിൻ്റെ 4th-ലായാലും 5th-ലായാലും നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, ചെയ്യുന്നുണ്ട്. ഇനി എക്സോറിൻ്റെ ഫസ്റ്റ് പിന്നിൽ നിന്നൊരു കണക്ഷൻ ആൻഡ് ഗേറ്റിൻ്റെ 5th പിന്നിലോട്ട് പോകുന്നുണ്ട്. എക്സോറിൻ്റെ ഫസ്റ്റ് പിന്നും ആൻഡ് ഗേറ്റിൻ്റെ 5th പിന്നും തമ്മിലുള്ളൊരു കണക്ഷൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത്രയാകുമ്പോഴത്തേക്കും ആൻഡും എക്സോറും തമ്മിലുള്ള കണക്ഷൻ കഴിഞ്ഞു. ഇനി നോക്കി ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എങ്ങോട്ടാണ് പോകുന്നത്, ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് തേർഡ് പിന്നിൽ നിന്ന് ഓർ ഗേറ്റിൻ്റെ ഫസ്റ്റ് പിന്നിലേക്കൊരു കണക്ഷൻ പോകുന്നുണ്ട്. സോ ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ IC ആണ്, അതിൻ്റെ തേർഡ് പിന്നും ഓറിൻ്റെ ഫസ്റ്റ് പിന്നും തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 4th 5th പിന്നിൻ്റെ ഔട്ട് 6 ആണ്. ആൻഡ് ഗേറ്റിൻ്റെ 6ൽ നിന്ന് നമ്മളൊരു കണക്ഷൻ ഓർ ഗേറ്റിൻ്റെ 2nd പിന്നിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇത്ര ആയപ്പോഴേക്കും ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യാനുള്ള ആ ഒരു കണക്ഷൻസ് കഴിഞ്ഞു. ഇനി നമുക്കെന്താണ്, ഇൻപുട്ട്സും ഔട്ട്പുട്ടും കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതെവിടെ നമ്മൾ കണക്ട് ചെയ്യുന്നു, കിറ്റ് എടുത്തിട്ട് അതിനകത്തു നിന്നാണ് ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സോ കിറ്റ് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ IC ട്രെയിനർ കിറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ബ്ലാക്ക് പോർട്ടുകളാണ് ഇൻപുട്ട് പോർട്ടുകൾ, അതുപോലെ റെഡാണ് നമുക്ക് ഔട്ട്. റെഡിൻ്റെ അടുത്താണ് എന്തിരിക്കുന്നത്, LEDs ഇരിക്കുന്നത്. നമ്മൾ സമ്മും ക്യാരി 2 ഔട്ട്പുട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ABCN വേണ്ടിയിട്ട് 3 ഇൻപുട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. VCC കൊടുക്കാനായിട്ട് +5 വോൾട്ടിൽ നിന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗ്രൗണ്ട് കണക്ഷൻ കൊടുക്കാനുള്ള പോർട്ടിലും നമ്മൾ വയർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താണ്, നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം നോക്കിയിട്ട് അതനുസരിച്ചിട്ട് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യുക. ഫസ്റ്റ് A എന്നുള്ള ഇൻപുട്ട് എങ്ങോട്ടാണ് പോകുന്നത്, എക്സോറിൻ്റെ ഫസ്റ്റ് പിന്നിലാണ് പോകുന്നത്. B എക്സോറിൻ്റെ 2വിലും അതുപോലെ CIN പോകുന്നത് എക്സോറിൻ്റെ 5th പിന്നിലുമാണ് പോകുന്നത്. സോ ആ 3 ഇൻപുട്ട് എടുത്തിട്ട് പ്രോപ്പറായിട്ട് ഡയഗ്രാം നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എങ്ങോട്ടാണോ ഇൻപുട്ട് കൊടുക്കുക ആ പോയിൻറ്റിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് പ്രോപ്പറായിട്ട് കണക്ഷൻ ചെയ്ത് കൊടുക്കുക. ABCN എന്ന് പറഞ്ഞിട്ട് 3 ഇൻപുട്ട് നമ്മൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മൾ ആ ബ്രെഡ് ബോർഡിനകത്ത് കണക്ഷൻ ചെയ്യുന്ന സമയത്ത്
എന്താണ് ശ്രദ്ധിക്കേണ്ടത്, അടുത്തിരിക്കുന്ന ലീഡ്സുകളിലൊന്നും ടച്ച് ചെയ്യാതെ നോക്കുക. അതൊക്കെ നമ്മളെന്താണ് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കറക്റ്റായിട്ട് കിട്ടുന്നത്. സി ഇൻ എന്നുള്ള ഇൻപുട്ട് എവിടെ കൊടുക്കാം? ഒന്നുകിൽ നമുക്ക് എക്സോറിൻ്റെ 5th പിന്നിൽ കൊടുക്കാം, അല്ലെങ്കിൽ ആൻഡ് ഗേറ്റിൻ്റെ 2nd പിന്നിൽ കൊടുക്കാം. കാരണം എക്സോറിൻ്റെ ആ പിന്നുകൾ 5th പിന്നും ആൻഡ് ഗേറ്റിൻ്റെ 2nd പിന്നും നമ്മൾ ഓൾറെഡി ഷോർട്ടഡ് ആണ്. ഇതിലേതെങ്കിലും ഒരു പോയിന്റിലേക്ക് സി ഇൻ എന്ന് പറഞ്ഞ ഇൻപുട്ട് കൊടുത്താൽ മതിയാകും. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ഇൻപുട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് ഔട്ട്പുട്ടാണ് കണക്ട് ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് വി സി സിയും ഗ്രൗണ്ടും കണക്ട് ചെയ്യാം. വി സി സി എവിടെയാണ്? 14th പിന്നിലാണ്. ഓൾറെഡി ഷോർട്ടഡ് ആണ് 14th പിന്നല്ല ഐ സിയുടെ. സോ ഏതെങ്കിലും ഐ സിയുടെ 14th പിന്നിൽ വി സി സി കൊടുക്കുന്നു. അതുപോലെ ഗ്രൗണ്ട് കണക്ഷൻ എല്ലാത്തിൻ്റെയും 7th പിന്ന് എന്താണ് ഷോർട്ടഡ് ആണ്. സോ 7th പിന്നിൽ ഗ്രൗണ്ട് കണക്ഷൻ കൊടുത്തു. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് എന്താണ്? സമ്മും ക്യാരിയുമാണ് കൊടുക്കാനുള്ളത്. സം എവിടെയാണ് കൊടുക്കേണ്ടത്? എക്സോറിൻ്റെ 6th പിന്നിലാണ് കൊടുക്കേണ്ടത്. സോ സം എന്നുള്ള ഔട്ട്പുട്ട് എടുക്കുക. നമ്മൾ എക്സോർ ഐ സിയുടെ 6th പിന്നിൽ എന്ത് ചെയ്യുന്നു? പ്ലേസ് ചെയ്യുന്നു. ഇനി നമുക്കെന്താണ് നമുക്ക് എന്താണ് ഔട്ട്പുട്ട് ക്യാരിയും കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം ആ ഒരു കണക്ഷൻ ഇപ്പോൾ ഓൾറെഡി എല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, 3 ഇൻപുട്ട് എ ബി സി ഇൻ എവിടേക്കാണ് കൊടുത്തേക്കുന്നത്? എക്സോറിൻ്റെ 1st പിന്ന്, 2nd പിന്നിൽ, എക്സോറിൻ്റെ 5th പിന്നിൽ. അങ്ങനെയായിട്ട് 3 ഇൻപുട്ട്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. എക്സോറിൻ്റെ 1st പിന്ന്, എക്സോറിൻ്റെ 2nd പിന്ന്, ആൻഡ് ദ ലാസ്റ്റ് വൺ എവിടെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത്? എക്സോറിൻ്റെ 5th പിന്നിലുമായിട്ട് 3 ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് എവിടെയാണ് കണക്ട് ചെയ്തേക്കുന്നതെന്ന് നോക്കുക. ഔട്ട്പുട്ട് എവിടെയാണ് കൊടുത്തേക്കുന്നത്? എക്സോറിൻ്റെ 6th പിന്നിലും അതുപോലെ തന്നെ ഓർ ഗേറ്റിൻ്റെ 3rd പിന്നിലുമായിട്ടാണ് 2 ഔട്ട്പുട്ട് വരിക. സമ്മും ക്യാരിയും വരിക. സമ്മ് വരുന്നത് എക്സോറിൻ്റെ 6th പിന്നിലാണ്. സോ ഫസ്റ്റ് ഇരിക്കുന്ന എക്സോറിൻ്റെ 6th പിന്നിൽ നമ്മൾ ആ ഒരു കണക്ഷൻ ചെയ്യുന്നു. അതുപോലെ ക്യാരി കണക്ഷൻ കൊടുക്കുന്നത് ഓർ ഗേറ്റിൻ്റെ 3rd പിന്നിലാണ് കൊടുത്തിട്ടുള്ളത്. വി സി സി 14th പിന്നിൽ കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് 7th പിന്നിലും കൊടുത്തിട്ടുണ്ട്. ഇത്ര ആയപ്പോഴേക്കും നമ്മുടെ കണക്ഷൻ ഓവറാണ്. ഇനി എന്താണ്? നമ്മൾ ട്രൂത്ത് ടേബിൾ വെച്ചിട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള ഔട്ട്പുട്ടാണോ കിട്ടുക എന്നുള്ളത് വെരിഫൈ ചെയ്ത് നോക്കേണ്ടത്. ഓക്കെ, അപ്പം എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാം. ഇപ്പം 0-0-0 കണ്ടീഷനിൽ നമുക്ക് സമ്മും ക്യാരിയും ഒക്കെ എന്താണ്? 0 ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു ട്രൂത്ത് ടേബിൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. എല്ലാ ഇൻപുട്ട്സും 0-0-0 ആയിരിക്കുന്ന സമയത്ത് സമ്മും ക്യാരിയും 0 ആയിരിക്കും. ഇനി എന്താണ്? നമുക്ക് സി ഇൻ മാത്രം 1 ആക്കി വെച്ചുകൊണ്ട് എ ബി 0-0 സി ഇന്ന് 1 ആക്കി വെച്ചുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. A0 B0 സി ഇൻ മാത്രം 1 ആക്കുന്നു. ആ സമയത്ത് നമുക്ക് എന്താണ്? സം 1 കിട്ടുന്നുണ്ട്. ക്യാരി എന്താണ് നമുക്ക് ആ സമയത്ത് വരേണ്ടത്? 0 ആണ്. സോ ക്യാരി 0 വന്നിട്ടുണ്ട്. അടുത്ത് 0-1-0 സം 1 ക്യാരി 0 വരുന്നുണ്ട്. 0-1-1 കൊടുക്കുമ്പോഴാണ് നമുക്ക് സം 0യും ക്യാരി 1ഉം കിട്ടുന്നത്. അതുപോലെ 1-0-0 കൊടുക്കുമ്പോൾ സം 1 വരുന്നുണ്ട്, ക്യാരി 0 വരുന്നുണ്ട്. 1-0-1 സം 0 ക്യാരി 1 വരുന്നുണ്ട്. 1-1-0 നമുക്ക് സം 0 ക്യാരി 1 വരുന്നുണ്ട്. 1-1-1 കൊടുക്കുന്ന സമയത്ത് ക്യാരിയും സമ്മും നമുക്ക് 1 വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു ഫുൾ ആഡർ സർക്യൂട്ട് ചെയ്യാൻ പറ്റുക. ഫുൾ ആഡർ ബേസിക് ഗേറ്റ് വെച്ചിട്ടുള്ള എക്സ്പെരിമെൻ്റാണിത്. ഇതുപോലെ തന്നെ നമുക്ക് ഫുൾ ആഡർ എന്ത് ചെയ്യാൻ യൂണിവേഴ്സൽ ഗേറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാം നമ്മൾ അത്രയും ഡീറ്റെയിൽഡായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി വേറെ വീഡിയോസായിട്ടൊക്കെ ഇനി കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.